ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. ഇന്നൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും കപ്പയ്ക്കും ഒക്കെ വളരെ സ്യൂട്ടായിട്ട് പോകുന്ന അസലൊരു മീൻകറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യണത്. അപ്പോഴേ വീഡിയോ കണ്ടാലും. 1.5 കിലോ കേര ഫിഷാണ് നമ്മളിന്ന് കറി വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റൗ ഓണാക്കി ചട്ടി വെച്ചു. ചട്ടി ചൂടായപ്പോൾ ആവശ്യമായിട്ടുള്ള അത്രയും കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 10ഓളം ചെറിയ ഉള്ളി നന്നായി ചെറുതായി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള സവാള സ്ലൈസ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ നമ്മുടെ സവാള ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 4 പച്ചമുളക്, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, 10ഓളം വെളുത്തുള്ളി അല്ലി, ഇത് 3ഉം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ സവാളയും പച്ചമുളകും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് വഴണ്ടു വരണം. നല്ലൊരു സ്മെല്ല് വരും. അതുവരേക്കും ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇടത്തരം വലുപ്പത്തിലുള്ള നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് ഒന്ന് വേവാനായിട്ട് അനുവദിക്കുക. തക്കാളിയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോഴേ 2.5 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ടും മല്ലിപ്പൊടി എടുക്കുക. അതുപോലെ തന്നെ 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ എടുക്കണം. മുളക് പൊടി 3.5 ടേബിൾ സ്പൂൺ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പകുതി നല്ല എരിവുള്ള മുളക് പൊടിയും പകുതി കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളക്കൊന്നും പോകുന്നത് വരേക്കും ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണോളം ഉലുവപ്പൊടിയും 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് അതും നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചു കൊടുക്കുക. അതിൻ്റെയും പച്ചമണം പോകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കൊടംപുളി ചേർക്കുക. ഞാൻ അല്പം കൂടുതൽ കൊടംപുളിയാണ് ഇന്ന് ചേർത്തിട്ടുള്ളത്. കൊടംപുളി നമ്മൾ മീൻകറി വെക്കാൻ തുടങ്ങും മുമ്പേ നന്നായി വാഷ് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ച് അതിൻ്റെ കറയൊക്കെ ഒന്ന് കളയണം. അപ്പോൾ ഞാൻ നന്നായിട്ട് കറ കളഞ്ഞ് പിഴിഞ്ഞ് വെള്ളമില്ലാതെയാണ് കൊടംപുളി എടുത്തിട്ടുള്ളത്. ആ കൊടംപുളിയും കൂടെ ഈ മസാലക്കൂട്ടിലിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീൻകറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളൊക്കെ ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം. 3 കപ്പോളം വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് സവാളയിൽ അല്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം. ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. മസാല തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ കേര ഫിഷാണ് വാങ്ങിയതെന്ന്. അപ്പോൾ കേരയുടെ തലയും കൂടെ നമ്മൾ പ്രാവശ്യം ചെറുതാക്കിയില്ല കേട്ടോ. തലക്കറിയൊക്കെ ഇവിടെ ബാലുവിനൊക്കെ ഇഷ്ടമാണ്. പിന്നെ തലക്കറിന്ന് മാത്രം പറയാൻ പറ്റില്ല, ഇന്ന് ഫിഷ് കറി എന്ന് തന്നെ പറയണം. കാരണം കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും തലയൊക്കെ ചേർത്ത് കൊടുത്തു. ജസ്റ്റ് തവിയോണ്ട് ഒക്കെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മളിനി ഈ ചട്ടി ഒന്ന് മൂടിയിട്ടിട്ട് ഇത് വേവാനായിട്ട് അനുവദിക്കണം. വെള്ളം ചേർക്കുന്നത് മുതൽ ഈ സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിലാണ് കിടക്കണത് കേട്ടോ. അപ്പോൾ മീൻകറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മൂടി എടുത്ത് മാറ്റാം. എന്നിട്ട് തവിയോണ്ട് ജസ്റ്റ് ഒന്ന് പൊന്തി കിടക്കണം, അതായത് മുങ്ങിക്കിടക്കാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുവശം തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചട്ടി ഒന്ന് ചിറ്റിച്ചെടുക്കുക. പാത്രം അടച്ചും തുറന്നും ഇതുപോലെ ഒന്ന് ചിറ്റിച്ചും നമുക്ക് ഈ കറി ഒന്ന് കുറുകുന്നത് വരേക്കും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻകറി കുറുകി വന്നിട്ടുണ്ട്. അതിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പോളം നല്ല കുറുകിയ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചിറ്റിക്കുക. ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻകറി വാങ്ങി വയ്ക്കുക. താളിക്കൽ പ്രോസസ്സൊക്കെ ആദ്യമേ നമ്മൾ ചെയ്തുല്ലോ. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള നല്ല എന്താ പറയുക ചൊകാന്നിരിക്കണ നമ്മുടെ മീൻകറി. തലക്കറിയെന്നോ കേരക്കറിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ
കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ ഇത് അടിപൊളിയായിട്ട് പോകും കേട്ടോ. അടിപൊളി അടാർ ടേസ്റ്റുള്ള കറി. ഇത് നാളേക്കും മറ്റന്നാളത്തേക്കും ആയിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇന്നത്തെ വിശേഷം ഇത്രമാത്രം. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.